ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ചൂട്, എന്നാൽ തണുപ്പാണെങ്കിലോ മരം കോച്ചുന്ന തണുപ്പും. ഇതാണ് ഉത്തരേന്ത്യ. നമ്മുടെ നാട്ടിൽ ചൂടുകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ 35-38 ഡിഗ്രിയൊക്കെ ആയിരിക്കും ഏകദേശം ചൂടിൻ്റെ അളവ്. എന്നാൽ ഉത്തരേന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 50 ഡിഗ്രിയിലേക്ക് വരെ ചൂടുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഞാനും എൻ്റെ കൂട്ടുകാരും ഒരു സൽക്കാരത്തിന് വേണ്ടി പോയതാണ്. ഏകദേശം 3 മാസം മുൻപുള്ളൊരു വീഡിയോ ആണ്. അവിടെ വിശറി എടുത്ത് വീശുന്നവർ, വെള്ളം കുടിക്കുന്നവർ, ഇതൊക്കെ വീടിൻ്റെ ഒരു അകത്താണ് കേട്ടോ. വീടിൻ്റെ പുറത്താണെങ്കിൽ എത്രത്തോളം ചൂടുണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് ചൂടുകാലം. ഇനി തണുപ്പ് കാലമാണെങ്കിലോ അതും നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഇരട്ടിയാണ് ഇവിടുത്തെ തണുപ്പ്. ഏകദേശം സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഉത്തരേന്ത്യ തണുത്തു തുടങ്ങും. നവംബർ ആകുമ്പോഴേക്കും ആളുകൾ കമ്പിളി പുതപ്പും അതുപോലെ ഷോക്സും ഗ്ലൗസും ക്ലാസിന്റെ ഇടവേളയിൽ കിട്ടുന്ന അല്പനേരത്ത് ശരീരം ചൂടാക്കാൻ വേണ്ടി വെയിൽ പോലും കൊള്ളുന്നവരെ നമുക്കിവിടെ കാണാൻ കഴിയും. വളർത്തുന്ന കന്നുകാലികളെ പോലും വസ്ത്രം ധരിപ്പിക്കുന്നവരെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരേന്ത്യയിലെ കാലാവസ്ഥ, ഉത്തരേന്ത്യയിലെ തണുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊക്കെ പോരാത്തതിന് ലാനിനയും വരുന്നുണ്ട്. കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം പസഫിക് ഓഷ്യനിൽ ഭൂമധ്യരേഖയുടെ പടിഞ്ഞാറേക്ക് വീശുന്ന കാറ്റിന്റെ വേഗത കൂടുകയും ചൂടുള്ള സമുദ്രജലം തള്ളപ്പെടുകയും സമുദ്ര ഉപനിലത്തിന്റെ താപനില താഴുകയും വലിയ തോതിൽ മഞ്ഞ് വീശുകയും ശക്തമായ തണുപ്പും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ലാനിന. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കാണാത്ത അതികഠിനമായ തണുപ്പിനെയാണ് ഉത്തരേന്ത്യ ഇനി നേരിടാൻ പോകുന്നത്.